SSC CGL 2026 എക്സാം. കുറെ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ഈ എക്സാമിനെ കണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ റീസണിങ്ങിന്റെ ടോപ്പിക്ക് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റീസണിങ്ങിന്റെ ടോപ്പിക്കിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, SSC CGL എക്സാം എന്ന് പറയുമ്പോൾ ഒരു നിസാരമായ പരീക്ഷയായി നിങ്ങൾ കാണരുത്. ഒരു മിനി സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ വേണം നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. കാരണം ഇതിന്റെ ടോപ്പിക്കുകളുടെ വെയിറ്റേജ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മാത്സ് 25% ഉണ്ട്, അതുപോലെ തന്നെ റീസണിങ് 25%, ഇംഗ്ലീഷ് 25%, അതുപോലെ തന്നെ GKയിൽ നിന്ന് 25%. ഈ 4 പാർട്ടിൽ നിന്നും ഈക്വൽ വെയിറ്റേജോട് കൂടിയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റീസണിങ്ങിന്റെ ടോപ്പിക്കിനെ സമീപിക്കേണ്ടത്, ഏത് ഐഡിയയിലാണ് നമ്മൾ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്? ഞാൻ ആദ്യമേ പറയട്ടെ, അവർ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അത് വളരെ എളുപ്പമായിട്ട് തോന്നും, ചെയ്തു തുടങ്ങും, നമ്മളുടെ സമയം ഒരുപാട് അവിടെ പോകുന്നതായിട്ട് കാണാം. ഇപ്പൊ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട പലപ്പോഴും റീസണിങ്ങിന്റെ സെക്ഷൻസ് നമുക്ക് അരമണിക്കൂറോളം സമയം അവിടെ പോകുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ പ്രാക്ടീസ് ഇല്ലാതെ, റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങൾ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് ഒരു ടൈമിൽ തന്നെ നമുക്ക് റീസണിങ്ങിന്റെ ടോപ്പിക്സുകൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് 30 സെക്കൻഡ് സമയം മാത്രമേ എടുക്കാനുണ്ടാവുള്ളൂ. അത് നമ്മൾ ഇരുന്ന് ആലോചിച്ച് 3 മിനിറ്റ് വരെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റീസണിങ് ചെയ്യാനുള്ള ടൈം ഒരുപാട് സമയമായി മാറുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റാതെ മാത്സ് പോകുന്നത് കാണാം, റീസണിങ്ങിന് മാത്രമല്ല ഇംഗ്ലീഷ് പോകുന്നത് കാണാം. അങ്ങനെ മൊത്തത്തിലുള്ള നമ്മുടെ എക്സാം പോകുന്നതായിട്ട് കാണാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റീസണിങ്ങിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ ദിശ അക്കാഡമി നമ്മുടെ ഓഫ്ലൈനും ഓൺലൈനും സ്റ്റുഡൻസിനെ കൃത്യമായിട്ട് ഈ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ റീസണിങ്ങിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്, കൂടാതെ നമ്പർ അനലോഗിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ റീസണിങ്ങിലെ ഓരോരോ ടോപ്പിക്, CGLന് വേണ്ട ഓരോരോ ടോപ്പിക്കുമായി ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. എന്തൊക്കെയാണ് ഇതിന്റെ അപ്രോച്ച് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ടോപ്പിക്കുകൾ ഒന്ന് പരിചയപ്പെടുത്താം. പലപ്പോഴും ഈ എക്സാം ആദ്യമായിട്ട് എഴുതുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവരിന്റെ വെയിറ്റേജ് മനസ്സിലാക്കാതെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യം വെയിറ്റേജ് മനസ്സിലാക്കി നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം ഞാൻ നിങ്ങളെ ഇതിന്റെ വെയിറ്റേജ് ആണെന്ന് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്, ഇതിന്റെ വെയിറ്റേജ്. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ വെയിറ്റേജ് എന്ന് നോക്കാം. നോക്കൂ, ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 1 to 2 ക്വസ്റ്റ്യൻസ് വരെ എക്സാമിന് വരാം. അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, 0 to 1 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, 0 to 1 ക്വസ്റ്റ്യൻ. ലോജിക് വെൻ ഡയഗ്രാം 0 to 1 ക്വസ്റ്റ്യൻ. മിസ്സിംഗ് നമ്പർ സീരീസ് 1 to 3 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിഗർ ബേസ്ഡ് ഒക്കെ കുറച്ചിട്ട് നമ്പറുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കോഡിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ സമയം പോകണം, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, ഡൈസ്, റാങ്കിങ് ആൻഡ് ഓർഡർ, സിലോജിസം, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അനലോഗി, ആൽഫബറ്റ് സീരീസ്, ഓഡ് വൺ ഔട്ട്, അരിത്തമെറ്റിക് റീസണിങ്. നോക്കൂ, അനലോഗിയിൽ നിന്നൊക്കെ 0 to 4 ക്വസ്റ്റ്യൻസ് വരെ എക്സാമിന് വരാറുണ്ട്. ഇപ്പൊ നമ്പർ അനലോഗിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഞാൻ ലാസ്റ്റ് ഒരു ഷിഫ്റ്റിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നത്, എന്ത് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഞാനൊരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോ നിങ്ങളെ അധ്യാപകര് എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ ഐഡിയ എന്നാണ് പറഞ്ഞു തരുന്നത്. ബാക്കി എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി എല്ലാ ദിവസവും ഒരു 25 ക്വസ്റ്റ്യൻ വീതം റീസണിങ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ ഒരു 10 ദിവസം പോകുമ്പോൾ നമ്മൾ 250 ക്വസ്റ്റ്യൻസ് ചെയ്യത്തില്ലടാ. അപ്പൊ തന്നെ എന്താണ്, നമ്മുടെ സ്പീഡ് ഫ്രണ്ടിലോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. 11ാമത്തെ ദിവസം നിങ്ങൾ റീസണിങ്ങിൽ ഒരു ടോപ്പിക് എടുത്ത് വെച്ച് ചെയ്യാൻ നോക്കുമ്പോൾ നാച്ചുറലി നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യനുകൾ നോക്കാം. ഞാൻ ചില ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒന്ന് കാണിക്കാം. 2024 CGLന്റെ ഷിഫ്റ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 19 ഈസ് റിലേറ്റഡ് ടു 209. following a certain logic, ഒരു ലോജിക് വെച്ചിട്ട് following the same logic 27 is related to 297.
ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് 61 ഈസ് റിലേറ്റഡ് ടു ഫോളോയിങ് ദ സെയിം ലോജിക് എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ നോക്കണം 19ഉം 209 19ന്റെ സ്ക്വയറോ ക്യൂബോ വല്ലതും 209 ആണോ അല്ലെങ്കിൽ അതുമായി അടുത്ത് കിടക്കുന്ന സംഖ്യ വല്ലതും ആണോ എന്ന് നോക്കണം. അതുപോലെ 27ന്റെ സ്ക്വയറോ ക്യൂബോ വല്ലതും ഈ 297മായിട്ട് അടുത്ത് കിടക്കണം. അപ്പൊ ഇവിടെ നമ്പർ അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോൾ സ്ക്വയർ, ക്യൂബ്, പ്രൈം നമ്പേഴ്സ് ഇങ്ങനെയുള്ള നമ്പർ സിസ്റ്റത്തിന് നമ്പറുകളുടെ കാൽക്കുലേഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ 19 എന്ന് പറയുന്ന സംഖ്യ 19 എവിടെ തന്നേക്കുന്നത് 209. നോക്കൂ മക്കളെ 19 ആണ് തന്നിരിക്കുന്നത്. ഞാൻ ഇതിനകത്തൊരു ടെക്നിക്ക് കാണിച്ചു തരാം. 209 എന്ന് പറഞ്ഞ നമ്പർ കിട്ടാൻ 19 + 19 ഒന്ന് ചെയ്തേ. 19 + 19 അതായത് 19 × 11 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 19 × 11 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത് 19. അപ്പൊ ഇതൊന്ന് ആഡ് ചെയ്തേ. 99101 209 കിട്ടിയത് കണ്ടോ. അപ്പൊ 19 × 11 ആൻസർ ഈസ് 209. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 27 നോക്കൂ, ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 79297 അതല്ലേ നമ്മുടെ നെക്സ്റ്റ് നമ്പർ. അതായത് 27 × 11 എന്നാണ് അർത്ഥം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ 61. നമുക്ക് 61ന്റെ കണ്ടുപിടിക്കാം. അപ്പൊ 61 671 ആണ്. ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഈ നമ്പറുകളുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നവർക്ക്, പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് വേഗം പിടിച്ചെടുക്കാൻ പറ്റുന്ന പരിപാടിയുള്ളൂ. വേഗം പിടിച്ചെടുക്കാൻ പറ്റുന്ന എന്താണ്, ആ നമ്പറിന്റെ ഒപ്പം ആ നമ്പർ തന്നെ കൂട്ടിയായിരിക്കുകയാണ്. അപ്പൊ കൂട്ടിയിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ 61 ആഡ് ചെയ്തപ്പോൾ 671 എന്ന് കിട്ടി. ഇറ്റ് ഈസ് ആക്ച്വലി ദ ലോജിക് ഈസ് ദ നമ്പർ ഇൻറ്റു 11 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ നമ്പർ നമുക്ക് കിട്ടുന്നത്. നമ്പർ ഇൻറ്റു 11 ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ ഇൻറ്റു 11 ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടുന്നതായിട്ട് കാണാം. അപ്പൊ ഇതിന്റെ ലോജിക്ക് മനസ്സിലായോ? അപ്പൊ ഈ ലോജിക്ക് മനസ്സിലാവാൻ എന്തോ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള സെറ്റുകൾ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള സെറ്റുകൾ പലപ്പോഴും നമ്മുടെ എക്സാമിന്റെ ഭാഗമായിട്ട് ഏത് CHSL ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, ഇങ്ങനെ പെയർ ആയിട്ട് തരും. ഞാൻ ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. എന്താണ്, 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ഒരേ ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 18378 അടുത്ത എന്താ 14215. മക്കളെ, ഞാൻ ഇതിനെ ഫസ്റ്റ് നമ്പർ എന്ന് എടുക്കുന്നു, ഇതിനെ ഞാൻ സെക്കൻഡ് നമ്പർ എന്ന് എടുക്കുന്നു, ഇതിനെ ഞാൻ തേർഡ് നമ്പർ എന്ന് എടുക്കുന്നു. നിങ്ങൾ പറ മക്കളെ, എന്താ ഇവിടുത്തെ പ്രത്യേകത? ഫസ്റ്റും തേർഡ് നമ്പർ നോക്കുമ്പോൾ ചെറിയ നമ്പറാണ്, നടുക്ക് കിടക്കുന്ന സെക്കൻഡ് നമ്പർ വലിയ നമ്പറാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ലോജിക്ക്, ഫസ്റ്റും തേർഡും കൂടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം വലിയ നമ്പർ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടുമോ എന്ന് നോക്കുക. നിങ്ങൾ നോക്കുക, 8 56 അല്ലെ, 8 × 7 56 ആണ്. 6 ഇവിടെ എഴുതി, 5 ഇവിടെ എഴുതി. 1 × 7 7 + 5 126 അല്ലെ, 126 എന്നുള്ള നമ്പർ കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ സെക്കൻഡ് നമ്പർ 378 ആണ്, 378 ആണ്. ആ നമ്പർ അല്ല കിട്ടിയ, 126 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്തതോടെ എടുത്ത് വെച്ചൊന്ന് നോക്കാം. എന്താ 14 × 5 നോക്കൂ മക്കളെ. 14 × 5 4 × 5 20 0 ഇവിടെ എഴുതി. 1 × 5 7 അല്ലെ. ഓക്കെ, 70 കിട്ടി. അപ്പൊ ഈ 70 എന്നുള്ള നമ്പർ അല്ല ഇവിടെ വരേണ്ട, 210 വരണ്ടേ. ഈ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ 2 സംഖ്യകൾ നോക്കിയാൽ, ഒന്ന് 126, ഒന്ന് 70. ഈ നമ്പറുകളെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സെക്കൻഡ് നമ്പർ കിട്ടുമെന്ന് നോക്കിയേ. കിട്ടും. 70നെ നിങ്ങൾ 3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 0 × 3 0 3 × 7 210. സെക്കൻഡ് നമ്പർ കിട്ടി. അപ്പൊ 126നെ നിങ്ങൾ ഈ കിടക്കുന്ന 126നെ നിങ്ങൾ 3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ മക്കളെ, എത്ര കിട്ടും? 18 6 1 7 378 378 എന്ന് കിട്ടുന്ന കണ്ടോ. അപ്പൊ എന്തായിരുന്നു ഇവിടുത്തെ ലോജിക്ക്? എന്താ ലോജിക്ക്? ലോജിക്ക് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ into 3. This is the logic. ഈ ലോജിക്ക് വരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സെക്കൻഡ് നമ്പർ കിട്ടുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് നമ്പർ കിട്ടുന്ന ലോജിക് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ ഇൻറ്റു 3. നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഫസ്റ്റ് ഓപ്ഷൻ 15 405 and 9. 15 405 and 9 എന്താ? നമുക്ക് നോക്കാം. 15 × 5
സോറി 15 into 9. 15 into 9 95 45 4 135 into 3 5 15 10 4 405. അപ്പൊ ഇവിടെ വളരെ കൃത്യമാണ്. ഏത് തന്നെയാണ് ഓപ്ഷൻ? നമ്മുടെ ആൻസർ എ തന്നെയാണ്. ഓപ്ഷൻ എ തന്നെയാണ്. എന്തായിരുന്നു ലോജിക്ക്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു തേർഡ് നമ്പർ, കിട്ടിയ റിസൾട്ട് ഇൻറ്റു 3, നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സെക്കൻഡ് നമ്പർ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷന്? നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ഉത്തരമായിട്ട് വന്നു. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അടുത്തത് നോക്കണം, അതിന്റെ അടുത്തത് നോക്കണം. അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. എങ്ങനെയാ ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ചെയ്തുള്ള സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോജിക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഐഡിയ മതി. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തേർഡ് നമ്പറും നോക്കിയപ്പോൾ സെക്കൻഡ് നമ്പർ വലിയ നമ്പറും ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും ചെറിയ നമ്പേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടുമോ എന്ന് നമ്മൾ ആലോചിച്ചു. ആ ലോജിക്ക് ഓക്കെയാണ്. പക്ഷെ ഓപ്ഷൻസിൽ നിന്ന് ഇത് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പറഞ്ഞേ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ മക്കളെ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എല്ലാരും ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പറഞ്ഞേ. 2317. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത നമ്പർ പേരെന്താ? 5 to 21. മക്കളെ 2317. ഇവിടെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തേർഡ് നമ്പർ നോക്കുമ്പോൾ ഫസ്റ്റും സെക്കൻഡുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ നമ്പേഴ്സ്. ഇവിടെ നോക്കൂ, ഫസ്റ്റും സെക്കൻഡുമാണ് ചെറിയ നമ്പർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 into 3 ചെയ്യുന്നു. ഫസ്റ്റും സെക്കൻഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എനിക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഇവിടെ നോക്ക് മക്കളെ, ഫസ്റ്റും സെക്കൻഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എനിക്ക് 5 into 2 എത്ര കിട്ടി? 10 കിട്ടി. നോക്കൂ, ഈ നമ്പറിന്റെ കൂടെ ഏതെങ്കിലും നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. മൾട്ടിപ്ലൈ എന്തിനാ? ദാ നോക്ക് മക്കളെ, ആഡ് ചെയ്താൽ പോരെ. ദാ 11 ആഡ് ചെയ്തപ്പോ എനിക്ക് 17 കിട്ടി. ഇവിടെയും 11 ആഡ് ചെയ്തപ്പോ എനിക്ക് 21 കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ഓപ്ഷനകത്ത് ഇത് വരുമെന്നൊന്ന് പറയാമോ? ഏത് ഓപ്ഷനകത്ത് ഈ ഉത്തരം വരും? പറ. 12. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇവിടെ ഉത്തരവാ. 3 4 23. എന്താ വരുന്നത്? 3 into 4 12. 12 plus 11 23. ആൻസർ ഏതാ? ഇവിടെയും ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ലോജിക്ക് എന്താ? ലോജിക്ക് പറഞ്ഞേ. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് 11 is equal to എന്ത്? തേർഡ് നമ്പർ. സോ കണ്ടോ, ലോജിക്ക് മനസ്സിലായോ? അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇത് പ്രാക്ടീസ് ചെയ്യല്ലാതെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? ഇല്ല. നമ്പറുകളെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞ സ്ക്വയർ പഠിക്കണം, ക്യൂബ് പഠിക്കണം, പ്രൈം നമ്പേഴ്സ് പഠിക്കണം, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ഒരു 25 ക്വസ്റ്റ്യൻസ് വീതം ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 10 ദിവസം ആകുമ്പോൾ 250 ക്വസ്റ്റ്യൻസ് ആവും. 20 ഡേയ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 500 ക്വസ്റ്റ്യൻസ് കിട്ടും. ഇത് പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോയി ആൻസർ ചെയ്തിട്ട് വരാൻ സാധിക്കും. അല്ലാണ്ട് വേറെ യാതൊരു കാര്യമില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും നിങ്ങൾ ഇത് നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്പറുകൾ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. 12 145 982. ഞാൻ ഈ പേരുകളെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, 12 145 ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. 982 കാരണം 12ഉം 145ഉം റിലേറ്റഡാ. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക് മക്കളെ, എങ്ങനെയാ? 12ന്റെ സ്ക്വയർ എത്രടാ? 144. അതിന്റെ അടുത്ത് കിടക്കുന്ന സംഖ്യയല്ലേ ഉള്ളൂ ഇത്. 9ന്റെ സ്ക്വയർ എത്ര? 81. അപ്പൊ അതിന്റെ അടുത്ത് കിടക്കുന്ന സംഖ്യയല്ലേ ഇത്. രണ്ടടുത്തും എന്ത് കൂട്ടി? 1 കൂട്ടിയാ പോരേടാ. 145 എന്നും 82 എന്നും കിട്ടുന്നില്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ഓപ്ഷൻ വരും? പറ, ഇവിടെ ഏത് ഓപ്ഷൻ വരും? ഞാൻ ആൻസർ ബി ആണെന്ന് പറയും. കാരണം ആൻസർ ബി ആണെന്ന് പറയാൻ കാരണം 14197 എത്ര മക്കളെ? 14ന്റെ സ്ക്വയർ 196 പ്ലസ് 1 എത്ര മക്കളെ? 197. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് പെട്ടെന്ന് പറയാൻ കാരണം സ്ക്വയറുകൾ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ക്വസ്റ്റ്യൻ. അല്ലാതെ വേറെ യാതൊരു എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ചെയ്തെന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ. 31 ഈസ് റിലേറ്റഡ് ടു 152. മക്കളെ ക്വസ്റ്റ്യൻ ഇതാണ്. 31 റിലേറ്റഡ് ആണ് ആരുമായി?
152മായി. അതുപോലെ എന്താ ഫോളോയിങ് ദ സെയിം ലോജിക് 47 ഈസ് റിലേറ്റഡ് ടു ആരാണ്? 47 ഈസ് റിലേറ്റഡ് ടു 168. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 66 ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കണ്ടെത്തേണ്ടത്. മക്കളെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ രണ്ട് നമ്പറുകൾ തമ്മിൽ റിലേറ്റഡ് ആണ്, അങ്ങനെയാണ് 66 ആരുമായിട്ടാണ് റിലേറ്റഡ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ഇതിന്റെ ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കണം. 152 മൈനസ് 31 എത്ര വരും മോനെ? പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. 2 1 പോയാൽ 1, 5 3 പോയാൽ 2, 121. 168 നിന്ന് 47 ഒന്ന് കുറച്ചേ, എത്ര വന്നേ? 8 7 കുറച്ച 1, 6 4 പോയ 2. മക്കളെ ഇവിടെ രണ്ടിടത്തും വന്നിരിക്കുന്ന ഡിഫറൻസ് എത്ര? അപ്പൊ ഇങ്ങനെ പെയറുകളായിട്ട് നമ്പറുകൾ തന്ന അവരുടെ ഡിഫറൻസ് പെട്ടെന്ന് ഒന്ന് നോക്കണം. ഇവിടെയും ഡിഫറൻസ് 121 ആണ്, ഇവിടെയും ഡിഫറൻസ് 121 ആണ്. അപ്പൊ അടുത്ത നമ്പറിലും വരേണ്ട ഡിഫറൻസ് എന്താ? 121 അല്ലേ? അപ്പൊ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, 2 1 കുറച്ചപ്പോ ഇത് വന്നു, 8 7 കുറച്ചപ്പോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ അത് അങ്ങനെ നോക്കാം. ഏതാ? 66 അല്ലേ? 7 വരുന്ന ആരെങ്കിലും ഉണ്ടോ? 187. 187 നിന്ന് 66 കുറച്ചേ എത്ര വരുന്നത്? 1 2 1. അപ്പൊ ഇവിടെ ആരാ വരുന്നത്? 187 അല്ലേ? അപ്പൊ ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി അല്ലേ റൈറ്റ് ഉത്തരം വരുന്നത്. അപ്പൊ എന്തുവാ ഇവിടെ? രണ്ട് നമ്പറുകൾ പേറുകളായിട്ട് തന്നിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഡിഫറൻസ് മാത്രം കണ്ടുപിടിച്ചതേ ഉള്ളൂ. ചിലപ്പോൾ ഇത്രയേ ഉള്ളൂ ലോജിക്ക്. നമ്മൾ അവിടെ ഇരുന്ന് എന്തുവാ ഇവർ തമ്മിലുള്ള ബന്ധം, ഇപ്പൊ സ്ക്വയർ ആണോ ക്യൂബ് ആണോ എന്നൊക്കെ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഈ നമ്പർ കിട്ടുമെന്ന് നോക്കുക. അതും അല്ലെങ്കിൽ തന്നിരിക്കുന്ന രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്നൊന്ന് നോക്കുക. ഏതെങ്കിലും കോൺസ്റ്റന്റ് തന്നെയാണ് എല്ലാം തമ്മിലുള്ള ഡിഫറൻസ് എങ്കിൽ നേരെ അതുമായിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. കത്തി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. എന്താണ് വലിച്ചു നീട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ എന്ന് വെച്ചാൽ CGL എക്സാമാണ്. ഈ CGL എക്സാമിന് നമുക്കുണ്ടാവേണ്ടത് ഒരു ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മോഡാണ്. പല ആളുകളും പറയാറുണ്ട്, ഇപ്പം ഞാൻ ഇതായിട്ട് പറയല്ല, ചില ആളുകളൊക്കെ 2-3 ദിവസമൊക്കെ പഠിച്ചുകൊണ്ട് CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദിശ അക്കാഡമി ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സും വെച്ച് സാറ്റർഡേയും പിടിച്ചിരുത്തി പഠിപ്പിച്ചിട്ട് പോലും നമ്മൾ CGL എക്സാംസ് ക്ലിയർ ചെയ്യാൻ കുട്ടികളെ കിടന്ന് പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പല സ്ഥാപനങ്ങളും ആഴ്ചയിൽ 3 ദിവസത്തെ ക്ലാസ് മാത്രം കൊടുത്തുകൊണ്ട് CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ. ഒരിക്കലും സാധിക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ സീരിയസ് ആയിട്ട് എല്ലാ ദിവസവും ഫിക്സഡ് ടൈം ഇട്ട് പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷയല്ല CGL എക്സാം എന്ന് പറയുന്നത്. CGL എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ആ സീരിയസ്നെസ് കാണിക്കണം, ആ സീരിയസ്നെസ് പഠിക്കണം. എല്ലാ ദിവസവും മാത്സ് ചെയ്യണം, എല്ലാ ദിവസവും റീസണിങ് ചെയ്യണം, എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. ആ രീതി പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ഏത് എക്സാം കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉള്ളത്? CGL പോലെയുള്ള എക്സാംസ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. 10 ഈസ് റിലേറ്റഡ് ടു 15. 10 15മായി ബന്ധപ്പെട്ടിരിക്കുന്നു. 42 ഈസ് റിലേറ്റഡ് ടു 63. അങ്ങനെയാണെങ്കിൽ 22 ഇതിൽ ആരുമായിട്ടാണ് റിലേറ്റഡ്? നമുക്ക് നോക്കാം 10 എങ്ങനെയാണ് 15യുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താ അറിയേണ്ടത്? 42 ഈസ് റിലേറ്റഡ് ടു 63. ഇവിടെ ഡിഫറൻസ് നോക്കുമ്പോൾ എന്താണ്? രണ്ട് ഡിഫറൻസ് ആണ് വരുന്നത്. ഒരിക്കലും ഡിഫറൻസുകളുടെ ബന്ധമില്ല. 10 15 എന്താണ്? 10ന്റെ കൂടെ 5 കൂടിയപ്പോൾ 15 കിട്ടി. 42ന്റെ കൂടെ 5 കൂടുമ്പോഴോ 10 കൂടുമ്പോഴോ 63 വരുന്നില്ല. അപ്പൊ എന്താ ഇവിടെ വരുന്നത്? ഇവിടുത്തെ ഒരു ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നോക്കേ, ഫസ്റ്റ് നമ്പർ ആരാ? 10. 10ന്റെ പകുതി എത്ര മക്കളെ? 10ന്റെ പകുതി എത്ര? 10ന്റെ പകുതി വരുന്നത് 5 ആണ്. അതേ ഇൻറ്റു 3 ഒന്ന് എടുത്ത് എത്ര കിട്ടി? 15 കിട്ടിയത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതുപോലെ ഒന്ന് ചെയ്തേ. 42ന്റെ പകുതി. 42ന്റെ പകുതി എന്ന് വെച്ചാൽ എത്ര വരുന്നത്? 21. 21ന്റെ കൂടെ 3 കൊണ്ടൊന്ന് ഗുണിച്ചേ, നമുക്ക് എത്ര കിട്ടി? 63 കിട്ടി. സോ ദ സെയിം ലോജിക്ക് നമുക്ക് 22ന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 22ന്റെ വരുമ്പോൾ എന്താ? 22ന്റെ പകുതി. 22ന്റെ പകുതി എടുക്കുമ്പോൾ 11 ഇൻറ്റു 3 എത്ര കിട്ടി? 33 നമുക്ക് ഉത്തരം കിട്ടി. സോ 22 ഈസ് റിലേറ്റഡ് ടു 33. ഓപ്ഷൻ സി. അപ്പൊ ഇവിടുത്തെ ലോജിക്ക് എന്താ? ഈ നമ്പർ, അതായത് ഫസ്റ്റ് നമ്പറിന്റെ ഹാഫ് എടുക്കുന്നു, ഇൻറ്റു 3 ചെയ്യുന്നു. നമുക്ക് എത്ര ആരെ കിട്ടുന്നു? സെക്കൻഡ്, അതായത് നെക്സ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ കിട്ടുന്നു. ലോജിക്ക് മനസ്സിലായോ? ഫസ്റ്റ് നമ്പറിന്റെ പകുതി എടുത്തിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സെക്കൻഡ് നമ്പർ കിട്ടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ലോജിക്കുകളാണ് ഇവിടെ കിടക്കുന്നത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാതെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിത് ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം.
അപ്പൊ നമ്പറുകൾ തമ്മിലുള്ള കോൺടാക്ട് കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ പറയാനുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസണിങ്ങിലെ വെയിറ്റേജ് മനസ്സിലാക്കുക. വെയിറ്റേജ് മനസ്സിലാക്കി ടോപ്പിക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കണം. ഡെയിലി ഓരോ ടോപ്പിക്കും 25 ക്വസ്റ്റ്യൻസ് വീതം ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്താൽ മതി. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ ദിശ അക്കാഡമി SSC CGL വേണ്ടിയിട്ട് ഒരു പൈലറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആൾറെഡി സ്റ്റാർട്ടഡ് ആണ്. അതിന്റെ ഡെമോ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിശ അക്കാഡമിയുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് ദിശ അക്കാഡമിയുടെ SSC CGL പൈലറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു SSC CGL ഓറിയന്റഡ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു മോഡിൽ തന്നെയായിരിക്കും അതിന്റെ ക്ലാസ്സുകൾ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്ത് പോയെങ്കിൽ മാത്രം, ഞാനതാ പറഞ്ഞത്, ചിലരെങ്കിലും CGL എക്സാമിനെ വളരെ നിസാരമായ എക്സാം ആയിട്ട് അവതരിപ്പിക്കാറുണ്ട്. ചില അക്കാഡമികളെങ്കിലും. ഞാൻ SSC CGL എക്സാം എന്താണെന്ന് അറിയാത്ത, ഇപ്പൊ ദിശ അക്കാഡമിയെ ശ്രദ്ധിച്ചാൽ 2019 മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, CGLന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, 2019 മുതൽ SSC CGLന്റെ വീഡിയോ ചെയ്യുന്ന എത്ര മലയാളം ചാനലുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ഫസ്റ്റ് ചാനൽ എന്ന് പറയുന്നത് ദിശ അക്കാഡമിയുടെ ചാനൽ തന്നെയാണ്. അത് നിങ്ങൾ ആ വീഡിയോസിന്റെ പ്രായം മാത്രം പരിശോധിച്ചാൽ മതി. അതിനുശേഷം കുറെ ആളുകൾ വന്നിട്ട് ഈ പറയുന്ന 3 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ CGL കിട്ടും, പിന്നെ 2 മാസം പഠിച്ചാൽ CGL കിട്ടും എന്ന രീതിയിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല. CGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയി കണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട പരീക്ഷ തന്നെയാണ്. ആ എക്സാമിനെ ആ അപ്രോച്ചിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ ദിവസവും മാത്സും റീസണിങ്ങും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രമിക്കണം. വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് SSC CGL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈനിലായിക്കോട്ടെ ഓൺലൈൻ പൈലറ്റ് ബാച്ചിലായിക്കോട്ടെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് കൊടുക്കുന്നത്. ദിശയുടെ ഓഫ്ലൈൻ അക്കാഡമികൾ 5 പ്ലേസുകളിലാണുള്ളത്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ഈ 5 പ്ലേസിലുള്ള വിദ്യാർത്ഥികൾക്ക് ദിശ അക്കാഡമിയിൽ ചേർന്ന് SSC എക്സാമുകൾക്ക്, അത് CGL എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഏത് കൈൻഡ് ഓഫ് എക്സാം ആയിക്കോട്ടെ, GD ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, ഏത് എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ റെയിൽവേയുടെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും ഈ ഓഫ്ലൈൻ അക്കാഡമികൾ ക്ലാസ്സുകളുണ്ട്. കൂടാതെ ബാങ്കിങ് എക്സാമുകൾ സ്പെഷ്യലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ എക്സാമിനും പ്രിപ്പയർ ചെയ്യും. എന്തുകൊണ്ടാണ് ദിശ അക്കാഡമി സ്റ്റാഫ് സെലക്ഷൻ, റെയിൽവേ, ബാങ്കിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഞാൻ അതിന് പറയുള്ളൂ. ഈ 3 എക്സാമും വളരെ പെട്ടെന്ന് എക്സാമുകൾ നടക്കുകയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരികയും ബൈ ഹാർട്ടിങ്, അതായത് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റുന്ന കൈൻഡ് ഓഫ് എക്സാംസ് അല്ല. വൃത്തിയായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പരീക്ഷയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പെട്ടെന്ന് ജോലി കയറാൻ നിങ്ങൾക്ക് തയ്യാറാവാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.